നിന്നെ പിരിച്ചുവിടുക ഒരു ദിവസം പവറാകുമ്പോഴേക്ക് ഇത്രയും അഹങ്കാരം പാടില്ല. ഒരു മാസം മുന്നേ മൊത്തം ഡബ്ല്യൂ വന്ന ആളാണ്. ഇപ്പൊ ഇതാ ഏറ്റവും താഴെ സെപ്റ്റിക് ടാങ്കിലാണ് ഇവനുള്ളത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ എല്ല് വരുന്നവനാണ്. അപ്പൊ നാളെ മാറി പറയും അത് മറക്കണ്ട. എന്റെ മമ്മ വന്നാൽ നീ ഫീൽഡ് ഔട്ട് ആകും. SJB മമ്മു എന്താ പറയാ, ഇതെല്ലാം നമ്മളെ വീട്ടിലെ കോഴികളാണ്, പിള്ളേരെ കളിക്കാൻ പറ്റിട്ടാണെന്ന് പറഞ്ഞ. പിള്ളേരെ കളിക്കട്ടെ, മമ്മ ഒരു തിരിച്ചു വരവുണ്ട് എന്നാ മമ്മ പറഞ്ഞത്. മമ്മ പോയ ഗ്യാപ്പില്ലാതെ ഇവൻ കയറി ഗോൾ അടിക്കുന്ന സംഭവം. കംബാക്ക് മമ്മു എന്ന് പറയുന്നത്. മമ്മ വരും, മമ്മ വിൽ ബി ബാക്ക്. മമ്മ എന്തോ ഒരു ഡയലോഗ് പറഞ്ഞില്ല ഇന്നലെ. മമ്മ എന്തോ ഒരു ഡയലോഗ് പറഞ്ഞിരുന്നു, പോയതെല്ലാം തിരുമ്പി എന്തായിരുന്നു, എന്തോ ഒരു സാധനം പറഞ്ഞത്. അപ്പൊ നിങ്ങളെല്ലാം ഞാൻ പിരിച്ചുവിടാൻ പോയത്. അപ്പൊ MRC നിങ്ങളെല്ലാം പിരിച്ചു ലീഡർ സ്ഥാനം ഏറ്റെടുക്കാൻ പോലും. ബാക്കിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ലൈവ് ഡബ്ല്യൂ ആയിരുന്നു. അതിന്റെ കാരണം എന്താ? നിങ്ങൾ പറ. ഗൈസ്, ഇവൻ ഓവർ കോൺഫിഡൻസ് കയറി ഓവർ പവർ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇത് തീർത്തു കൊടുക്കണം ചാറ്റ്. ഇത് സമ്മതിക്കരുത്, ഇത് തീർത്തു കൊടുക്കണം. ഒന്നും തീരാൻ പോകുന്നില്ല, ഒന്നുകൂടെ തീരാൻ പോകുന്നില്ല കേട്ടോ. ചക്കരപ്പൊട്ട ഒന്നുകൂടെ തീരൂല. ഗോതമ്പ് മാവ് പുട്ടിന് കുഴച്ചു വെച്ചേക്കണ ഇങ്ങനെ പറയല്ല. അന്നേരം സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല. നമ്മളൊന്നും പറയുന്നില്ല. CA സർട്ടിഫിക്കറ്റ് എല്ലാം കാണിച്ചു തരാം. നാട്ടിൽ പോട്ടെ, വർഷം കിട്ടൂല. അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല. വേറെ എന്തെങ്കിലും സംസാരിക്കാൻ വിട്. ഇത് കണ്ട ഇതെന്താണ് സംസാരിക്കാൻ വിടാണ്ട്. സോറി ആരും ഉണ്ടല്ല. ഷമീർ സ്റ്റാർട്ട് ചെയ്യുന്ന പറയുന്നത് പവർ ഉണ്ടാകും. CA സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയട്ടെ. CA സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതാണ്. അതിന് കുറച്ച് തടസ്സങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാല്, ഒന്നാമത്തെ തടസ്സം അങ്ങനെ ഒരു സാധനമില്ല. പറയാൻ പറ്റുന്നില്ല. ഇല്ല സോറി നീ പറ. എന്ത് പറഞ്ഞിട്ട് പിന്നെ നീ പറയാന്ന് പറയും. ഇല്ല സോറി നീ പറ. ഇങ്ങനൊന്നും പറയണ്ട. എന്തെല്ലാം പറഞ്ഞിട്ട് കയറിയിരിക്കുന്നത്. ഷമീർ, യു ആർ എ ഗ്രേറ്റ് മാൻ. അങ്ങനത്തെ മാത്രം നോക്കി വായിക്കുന്നത്. ചാറ്റ് നോക്ക്, ചാറ്റ് മൊത്തം എല്ലാം. അല്ലല്ല, ഫസ്റ്റ് പുറത്താക്കേണ്ട ഒരു മെമ്പർ ഇല്ല. ഫസ്റ്റ് പുറത്താക്കേണ്ട ഈ ഫുൾ ജാർ മുഖനായ ഇവന്, ഈ തടിയൻ ബീപ്പ കുറ്റീനെ ആദ്യം പുറത്താക്കേണ്ടത്. ഇവൻ ഒരാവശ്യമില്ലെങ്കിൽ ഇവനാണ് ഇവിടെ ഒന്ന് സംസാരിക്കുന്നത്. എന്താ ദേഷ്യം പിടിച്ചിട്ട് പോയത്? ഇവൻ ഡിമാൻഡ് കാണിക്കുന്നത്. ഇവൻ പോയെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാരും ഡബ്ല്യൂ ഇടാൻ വേണ്ട അങ്ങനെ പോയിക്കോന്ന് പറഞ്ഞ. എന്നാ പോയിക്കോന്ന് പറ. ബായ് പറ. എന്തല്ല മൊത്തം അടിയാവല്ല. ചാറ്റ് എന്താ പറയുന്നത് നോക്കട്ടെ. കമാൺ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് സ്റ്റാർട്ട് ദി സ്ട്രീം. അടിയാവല്ല. വാ വക്കീല, വാ. വക്കീല എത്ര ദിവസമായി ലൈവില് വന്നിട്ട്? ഒരു തിരക്കുമില്ല. നീ വീട്ടിൽ കിടന്നുറങ്ങാനല്ലടാ. എഡിറ്റർ സൈലന്റ് എന്ന് പറഞ്ഞ എഡിറ്റർ. അയ്യോ മറന്ന്. എഡിറ്റർ കെട്ടുമുട്ടയിലായിട്ട് ഒരു വലിയ 3 പെട്ടി സാധനങ്ങളുമായിട്ട് ചങ്ങായി വന്നിട്ടുണ്ട്. ഒരു കൊല്ലത്തേക്ക് നിൽക്കാനുള്ള ഡ്രസ്സും മറ്റേ തിന്നാനും ഇതെല്ലാം എടുത്തിട്ട് വന്നിട്ട്, സ്നാക്സും മറ്റേ അതും ഇതെല്ലാം എടുത്തിട്ട് ചങ്ങായി വന്നിട്ടുണ്ട്. കാര്യം പറയാല. പക്ഷെ ആള് കുറച്ച് സൈലന്റ് ആവും. അത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. നമുക്ക് അല്ലെ പിന്നെ എഡിറ്ററിന്റെ ജോലി ചെയ്താൽ മതിയോ? ചാറ്റ് പറ. എഡിറ്ററിന് ലൈവില് നമുക്ക് എഡിറ്ററിനെ ഓണാക്കി എടുക്കണം. ചാറ്റ് പറ എടുക്കണം. ചാറ്റ് പറയുന്ന പോലെ. മോനു എവിടെയും ചോദിക്കുന്നുണ്ട്. ഈ 45 വയസ്സുള്ള ഇവനെ കണ്ടിട്ട് മോനു ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഇവന്റെ പേരെല്ലാരും മാറിപ്പോന്നിട്ടുണ്ട്. മുനുവാന്നിട്ട്. ഇത് മോനു എന്ന് പറയുന്നത്. പുതിയ വ്യൂസിന് നമ്മളെ ആരും അറിയില്ല എന്ന് തോന്നുന്നു.
Guys, ഞാൻ തൊപ്പി, ഇത് ഷമീർ, ഇത് ആദില്, ഇത് മുനു, ഇത് എഡിറ്റർ, പേര് അഖില്, ഇത് നമ്മളെ വക്കീല്. പേരെന്താന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മ. നിന്റെ പേരെന്താ ശരിക്കും? യൂസഫ്. യൂസ് ചെയ്യുന്ന കാര്യം ഇവനെ വിളി അല്ല, യൂസ് ചെയ്യുന്ന ഇവനെ വിളിക്കല്. പക്ഷെ നമ്മള് വക്കീലെന്ന് വിളിച്ചിട്ട് ഇവന്റെ പേരിനെ നമ്മള് മറന്നത്. പിന്നെ ഒരു സൈഡ് ക്യാരക്ടർ ഉണ്ട്, റാംബോ. പിന്നെ ജാസി. യെസ് ഓണാക്ക്, യെസ് നോ, യെസ് നോ. പോള എന്തിന്റെ പോളാ? എന്തിന്റെ പോളാ? ലൈവില് കൊണ്ടുവരണോ അതോ ബാക്കിൽ പണിയെടുക്കണോ എന്നുള്ളതാ? അത് പോളിടണോ? അതിന്റെ എല്ലാം പോൾ ആവശ്യമുണ്ടോ? പോളെന്ന് പറയുന്നുണ്ട്. ഓക്കെ പോളിടാം. ജസ്റ്റ് ഒരു അഭിപ്രായം ചോദിച്ചാൽ അതിനെല്ലാം എന്തിനാ പോള്? നിന്റെ അഭിപ്രായം എന്താ? നിന്റെ അഭിപ്രായം പറ. എഡിറ്ററിന്റെ അഭിപ്രായം എന്താ? എഡിറ്ററിന് എന്താ ഇഷ്ടം? എഡിറ്ററിന് ഇഷ്ടം പോലെ അല്ല, അവന്റെ ഇഷ്ടം പോലെ സംസാരിക്കണം. എഡിറ്റർ എന്താണ്? ബദുഷ MK donated 40 രൂപ ത്രൂ ഗൂഗിൾ പേ. റാംബോ അകിടൊക്കെ കാണിച്ചു നിൽക്കുന്നു. സ്ട്രൈക്ക് കിട്ടും. ശരിയാണ്, സ്ട്രൈക്ക് കിട്ടും ചിലപ്പോ. ഇത് ചെസ്റ്റ് അല്ലേ? ചെസ്റ്റ് അല്ല, മുലയാണ്. 300-600 മുലയാണത്. ചെസ്റ്റാ ചെസ്റ്റ് ഇതാണ് പറയല്. പാല് വരുത്തുണ്ട് ഞാൻ കാണുന്നത്. ഞാൻ പറയുന്നത് അറിയോ, ഇത് ചെസ്റ്റാന്ന് നിനക്ക് മാത്രമേ അറിയൂ. ഇത് ഈ യൂട്യൂബിന്റെ ഈ സ്ട്രൈക്കിംഗ് സിസ്റ്റം എല്ലാം വർക്ക് ചെയ്യുന്നത് AI വെച്ചിട്ടാണ്. ഈ AI ഡിറ്റക്ട് ചെയ്യുമ്പോ ഇതൊരു മുലയായിട്ട് നമുക്ക് അങ്ങനെ വരും. എങ്ങനെ കണ്ടാ മനസ്സിലാവും? അല്ലെങ്കിൽ നിന്റെ ഫുൾ ജാർ മുഖം ഒന്ന് ശരിക്കും കാണിക്കാം, ആണെന്ന് മനസ്സിലാവട്ടെ. പെമ്പിള്ളേർക്ക് പോലും ഇത്രയും വല്ല മുല ഇല്ല പൊതുവെ. ഓക്കെ. എഡിറ്റർ മെയിൻ ക്യാരക്ടർ ആണ് കൂടുതലും. 80% ഇവിടെ വന്നത് ഒരു ഫുൾ സാധനം നമ്മൾ വ്ളോഗ് എടുത്തിട്ടുണ്ട്. അവിടെ വ്ളോഗ് എവിടെ? ഞാൻ നാട്ടിൽ പോയി നല്ല ടെൻഷൻ ഉണ്ട്. ഇവനെ നമുക്ക് സെറ്റ് ആക്കണ്ട. എന്നാ പിന്നെ ഇവന് സെറ്റ് ആക്കണ്ടേ? ഓന്റെ തോള് കൈയിടല്ല, നീ ഇട്ട അന്ന് മുതൽ പോയി ഇവന്റെ എഡിറ്റർ എന്താ ചെയ്യാ? ചാറ്റ് പറ, റാഗ് ചെയ്താലോ? റാഗിങ് ഇന്ന് റാഗിങ്. നമ്മൾ ജൂനിയർ സീനിയർ റാഗിങ്. അല്ല നീ എങ്ങനെ സീനിയർ ആവാ? നിന്നെ കാണാൻ ഒരു കൊതുകിന്റെ അത്ര ഉള്ളൂ. നീ സീനിയറാ? നീയാ 10-ലാണ് പഠിക്കുന്നത് കുഞ്ഞിച്ചക്ക. 10 പിന്നെ 10 ഇവൻ 10 എത്തിയിട്ടില്ല. ഇവന് 7 പറ്റാന്ന്. ഇവനെ കണ്ടാൽ 6 പോലെ ഉള്ളത്. 6 സീലാന്നുള്ള എല്ലാവർക്കും 6th സീലാണ് ഇവൻ പഠിക്കുന്നത്. 6th സീലിൽ പഠിക്കുന്ന റോൾ നമ്പർ 22. പരിപാടി നമ്മൾ ചെയ്യുന്നത് എഡിറ്ററിന്റെ ഡാൻസ് ആണോ? എഡിറ്ററിന്റെ ഡാൻസ് ആണ് ഇന്നത്തെ പരിപാടി. എന്താ വിളിച്ചത്? ഞാൻ ഒരു പാട്ട് പാടിയതാ. പൂവോ? എന്ത് പൂവ്? അതല്ല ഇവ പറയുന്നത്. ചെവി പറ. ഇല്ല അങ്ങനെ വിളിക്കുവാ? ഇവ പറഞ്ഞോണ്ടിരിക്കാൻ വിളിച്ച് ഞാൻ പാട്ട് അറിയാണ്ട് വന്നതാ. പൂവെന്ന് വിളിച്ചോ അതോ പൂവാന്ന് വിളിച്ചോ? പൂവെന്ന് എങ്ങനെ വിളിക്കോ? പൂവൻ. മറ്റേ വാ മാറ്റി റാക്കിയാ മതി. ചാറ്റ് പണിഷ്മെന്റ് വേണം. പൂവൻ വിളിച്ചാൽ പൂവന്റെ വാ മാറ്റിനെ റാക്കിയാ മതി. അതിവൻ വിളിച്ച് വിളിച്ച് പണിഷ്മെന്റ്. ഇന്നത്തെ പരിപാടി എന്താന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. കറക്റ്റ് സമയത്ത് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ പരിപാടി ഷമീറിന്റെ പണിഷ്മെന്റ്. മൂഞ്ചിയില് പറഞ്ഞോ? ചാറ്റ് പറ. എന്താണ് പണിഷ്മെന്റ്? പറ. ഇവരെ കാണാൻ വാക്യൂം ക്ലീനറിനെ പോലെ അല്ലേ? ഇങ്ങനെ ഒരു ഉരുണ്ടൊരു സാധനം. ഒരു പേര് ഭയങ്കര കൂടുതലാണ്. ഭയങ്കര ഓറാട്ടോ. ഇടക്കിടക്ക് ഇങ്ങനെ ബോഡി ഷേവ് ചെയ്യുന്നത് ശരിയല്ല കേട്ടോ. എല്ലാം തകനല്ലേ ഞാൻ കൈവെള്ളവൻ. പറ 1 month പണിഷ്മെന്റ് 100 പുഷപ്പ്. കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ്. എപ്പം പുഷപ്പ് വേണ്ട, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാലഞ്ച്. എന്താണ് ഇവന് കൊടുക്കണം? നല്ലൊരു പണിഷ്മെന്റോട് ഇവന്. നിങ്ങക്ക് എന്താണ് തടിയ എന്നോട് ഇത്ര ഇത്? നിന്റെ അടുത്ത് ഉണ്ടോ? ഇവനക്ക് ഈഗോ ഉണ്ട്.
ടോയ്ലറ്റ് ക്ലീനിങ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ. കിക്ക് ഔട്ട് റാംബോ, കിക്ക് റാംബോ, കിക്ക് റാംബോ. ടോയ്ലറ്റ് ക്ലീനിങ് കാണാൻ പറ്റില്ല. ഷെമീർ തെറി വിളിച്ച് അത് നിങ്ങൾ പറ, ഞാനാണ് തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇവിടെ ഭൂകമ്പം സൃഷ്ടിച്ചാനെ. ടു സ്പൂൺ സാൾട്ടോ. മക്കളെ അതിലും കുഴപ്പമില്ല. 2 സ്പൂൺ എന്ന് പറഞ്ഞാൽ കറക്റ്റ് 2 സ്പൂൺ കൊടുക്കണം. ഞാൻ കൊടുക്കും. കുറച്ച് മുളക് പൊടി. അത് വേണോ? ജാസി എടാ വെറുതെ ഓവർ ആക്കല്ല, നമുക്ക് കയ്യില്ല. അന്ന് തന്നെ എന്റെ കുണ്ടി പൊള്ളിട്ട് ഞാൻ കൂടെ ആ അമ്മോ. ഞാൻ ചെക്കനൊന്നും തെറി വിളിച്ചില്ല. ഞാൻ പാട്ട് പാടിയത് കറുപ്പ് റാണി പേര് വിളിച്ചു. അതാ പിന്നെയും വിളിച്ച്. പാട്ടാ ഞാൻ പാടി. പാട്ട് എന്റെ വായിന്ന് അങ്ങനെ വരുന്നു. ഞാൻ പാട്ട് കൊറേ പാടി പാടി ശീലായി. എന്താ പാടി? ഞാൻ കേട്ടില്ല. മോണലോവേ മോണലോവേ ആ പാട്ട്. കറുപ്പ് റാണി പേര് അങ്ങനെ ആയി പോകുന്നാടാ. ആടെ വരുമ്പോ കറുപ്പ് റാണി പേര് പൂറി പാട്ട് അങ്ങനെ ആയി പോകുന്നത്. നല്ല പണിഷ്മെന്റ് വേണം, നല്ല പണിഷ്മെന്റ് വേണം, നല്ല പണിഷ്മെന്റ് വേണം. നീ എന്താ പാടുന്നത്? അത് നീ കരുതി കൂട്ടി വെറുതെ ആവശ്യമില്ലാണ്ട് ചെയ്തത്. ആവശ്യമില്ലാണ്ട് കരുതി കൂട്ടി മുളക് പൊടിയോ മല്ലിപ്പൊടിയോ എടുത്തുണ്ടോ? പിന്നെ എടുത്തിട്ടോ ജാസി? ഹെയർ കട്ട്, ഹെയർ കട്ട്, ഹെയർ കട്ട്, ഹെയർ കട്ട്. ഒന്നും നടക്കൂല മോനെ. ട്രിമ്മറല്ല കുരുമുളക്. കുരുമുളക് എടുത്തിട്ടോ? 3 തെറിക്ക് 6 ടേബിൾ സ്പൂൺ. എടാ എന്നാ ഒരു കാര്യം ചെയ്, അപ്പുറത്ത് ഒലക്ക് ഉണ്ടായിട്ട് തന്നെ കൊന്നേ. എന്തെല്ലാം എന്നെ ചെയ്യുന്നത് എനിക്കും ഇഷ്ടം. 2-3 ഇനി കുറച്ച് മോന്റെ അണ്ണാക്കിലേക്ക് കിട്ടട്ടെ. എന്താ ഹെയർ കട്ട് തൊട്ട് കളിക്കാൻ ഞാൻ വിടൂല. നമ്മൾ ചെയ്യും. എങ്കിൽ പിന്നെ അവിടെ ഇരിക്കണം, ഇവിടെയല്ല കേട്ടാ മരമോന്ത. ഇതെന്താ ഈ തടി മൂടൻ എന്താ പറ പെട്ടെന്ന് തീരുമാനിക്കും. ഞാനല്ല തീരുമാനിക്കട്ടെ. ചാറ്റ് എന്താ പറയുന്നത്? ഹെയർ കട്ട്, എഗ്, റോ എഗ്, ഹെയർ കട്ടാന്ന് മോനെ വരുന്നത്. സൂപ്പർ മാർക്കറ്റാ ഇതെന്താ? നിനക്കൊരു പണിഷ്മെന്റ് കിട്ടാച്ച നമുക്ക് പരിപാടിയാണ് മോനെ. പ്ലീസ് എടാ ഞാൻ ഇനി പാട്ട് പാടൂല പ്ലീസ്. അത് ഹെയർ കട്ടല്ല, കട്ടാണ്. എന്തോ കട്ടാണ്. ഹെയർ കട്ട് അല്ല മോനെ നിന്നെയാണ് വിളിച്ചത്. ഹെയർ കട്ടാണ് ഏറ്റവും കൂടുതലുള്ളത്. മുട്ടയും പെപ്പർ മാറ്റി വെക്കാണ്. കട്ടൊന്നും നടക്കും. ഗിവ് റാംബോ മിൽക്കോ. ഇതാ ഇങ്ങോട്ടേക്ക് എടുക്കേണ്ടത്. എന്നാൽ എഡിറ്റർ കൂടെ അല്ല സ്ട്രീം ചെയ്യാൻ ബാക്കിയുള്ളൂ. എന്നാൽ അങ്ങനെ ആവട്ടെ. പണിഷ്മെന്റ് 1 ഡേ സാരി കൊടുത്ത് പെണ്ണായി അഭിനയിക്കും. അത് നല്ലൊരു പണിഷ്മെന്റ് ആണ്. അത് നല്ലൊരു പണിഷ്മെന്റ് ആണ്. ഇന്ന് സാരി കൊടുത്തിട്ട് നീ പെണ്ണായിട്ട് സാരിയൊക്കെ വാങ്ങി ഇപ്പൊ ഉള്ളത് വെച്ച് എന്തെങ്കിലും അടുത്തതിൽ അങ്ങനെ ലൈവ് തീരുവരെ ഡാൻസ് കളിക്കട്ടെ ബ്രോ. തീരുന്നവരെ 2-3 മണിക്കൂർ ഇവൻ ഇത് ഡാൻസ് കളിക്കട്ടെ. ഞാൻ തലിഞ്ചോസാ. ജോസല്ലേ റാംബോനെ മുല ഒന്ന് ക്ലോസ് ആക്കുന്ന ക്ലോസ് ആക്കടാ. ഇത് പറയണ കവടിയാറ് സൂര്യാണ്. കവടിയാറ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തുള്ള കുണ്ടമുക്കാണ്. നീ അവിടെ നിന്നാണ് എടാ സൂര്യ നീ ഇത് പറയണെന്ന് കവടിയാറ് സൂര്യ. ഹെയർ കട്ട് ഈസ് എ പേഴ്സണൽ ചോയ്സ് എന്ന് പറയുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പലതും ഇവിടെ പേഴ്സണൽ ചോയ്സ് ആണ്. അങ്ങനെയൊന്നുമില്ല. ഹെയർ കട്ട് എന്ന് ചാറ്റ് ഹെയർ കട്ട് പറയുന്നുണ്ടെങ്കിൽ ഷെമീർ ഹെയർ കട്ട് ചെയ്യണം അല്ലേ? അങ്ങനെയല്ലേ ചാറ്റ്? അങ്ങനെയല്ലേ? ഒരു പെസ്സിൽ ഒരു കളി തോറ്റേനാണ് ഇവനും മമ്മും കൂടെ പിടിച്ചിരുത്തി താടി പഠിച്ചത് നിർബന്ധം ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ എന്റെ താടി അങ്ങ് എടുക്കാം. കുറച്ചുണ്ട്. ഇതെടുക്കാതെ അല്ല ഇത് നീ എന്താക്കാൻ? ഇതിലെന്താ ഉള്ളത്? ഇതെടുക്കുന്നത് എടുക്കാത്ത ഒരുപോലെ. റാംബോന്റെ വയറ്റിൽ കുഞ്ഞുണ്ടോന്ന് ചോദിക്കുന്ന കുഞ്ഞുണ്ട്. 5 മാസം 5 മാസം 10 മാസം ഇപ്പൊ ഇവിടെ ഇരിക്കാൻ ഇവന്റെ കുഞ്ഞ് ഇവനെ പോലത്തെ ഒരുത്തനായിരിക്കൂലേ? കുഞ്ഞെന്ന് പറഞ്ഞാൽ സോഡ കുപ്പി വെച്ച് നീയാതെ സുഖമാണോ? ഫുഡ് കഴിച്ചോ? നല്ലോണം ഉറങ്ങിയോ? ഉറങ്ങി നന്നായിട്ട് ഉറങ്ങി. ഫുഡെല്ലാം കഴിച്ചു. താങ്ക് യു റോ. എന്നാലും ചോദിക്ക എന്താ കൊണ്ടോ
എടാ ഞാൻ പറയട്ടെ സേവിങ് നമ്മളെല്ലാരും പിടിച്ചു വെച്ചില്ലേ ഇരുത്ത് പിടിച്ചു എല്ലാരും എന്താ മുടി അത്രക്ക് ഇതാങ്കിലും പിടിച്ചോ വിടരുത് നീ മയത്തിലാണ് നമ്മള് വിടുവല്ലോ. നമ്മളിങ്ങനെ കളിയാക്കി ചെയ്യാ എടാ ഞാൻ പറയട്ടെ ഹെയർ കട്ട് പേഴ്സണൽ ഒരു പോളർ പ്ലീസ് പോളറോ? മുടി മുറിച്ചാൽ ഇതാ ഈ തവളയല്ലാന്ന് എന്റെ മുടി മുറിക്കാൻ എന്റെ ഓനെ പോലെ ആക്കുവാൻ ഓന്റെ മൂട് പോലെ ഹെയർ Mammo Mapol. അതർ പണിഷ്മെന്റ് ഉറപ്പിക്കല്ലേ ചാറ്റ് എന്തൊരു സ്ഥല കച്ചവടാ പ്ലീസ് എന്തിനാടാ എന്നെ ഇങ്ങനെ ചെയ്യുന്നു മുടിയൊന്നും മുറിക്കല്ലടാ മോനെ എന്തുകൊണ്ടാ മുടി മുറിക്കല്ലെന്ന് പറഞ്ഞ എന്റെ കാരണം നീ ബോധിപ്പിക്കും എടാ കാരണം എനിക്ക് ആകെ മുടിയേ ഉള്ളൂ താടി മീശയും വളരൂല ആകെ ഉള്ളത് ഈ മുടിയാന്ന് രണ്ട് സൈഡും ഷേവ് ചെയ്ത് മമ്മൂനെ പോലെ ആക്കാം ആ, വേണ്ട. അത് നല്ല പരിപാടി. എന്തായാലും പണിഷ്മെന്റ് കൊടുക്കണം എന്തായാലും പണിഷ്മെന്റ് എന്തോ മുറിച്ച് ഇതാരാ മുറിച്ചേ ഇതാരാ മുറിച്ചത് ജാസി എടാ, ചപ്പാത്തി. എടാ, മുടി മുറിക്കല്ലോ വെച്ച് സംഭവം ഇത് സീരിയസ് ആ മുടി മുറിക്കല്ലോ നടക്കൂല എങ്ങനെ ഞാൻ വിടൂല അങ്ങനെ അല്ലല്ലോ ഇത് നമ്മള് ചാറ്റ് താടി പോകാൻ നേരത്തും ഇങ്ങനെ ആയിരുന്നല്ലോ. ഞാനും കുറെ പറഞ്ഞല്ലോ എടാ സൈഡ് മൊത്തം ആക്കി മമ്മൂനെ പോലെ ആക്കും ആ പിന്നെ രണ്ട് സൈഡും ഷേവ് ചെയ്തിട്ട് ഇവിടെ മാത്രം വെക്കാം അത് നല്ലതായിരിക്കും എന്താണ് പറയാനൊന്നും കിട്ടുന്നില്ലടാ നടക്കൂല മക്കളെ. വാ, വാ. ഫണ്ട് ഫോർ ഗാസ പലസ്തീൻ ഗാസന്റെ നമ്മൾ ചെയ്തിട്ടില്ലേ ചാറ്റ് ഒന്നുകൂടി ചെയ്യുന്നോ ചാറ്റ് പറയുന്ന പോലെ ചേട്ടാ മുറിക്കണോടാ Haircut. ജാസി ഹെയർ കട്ട് എന്ന് പറയുന്നത് ഷമീറ നീ എടാ എല്ലാവരും കുഴപ്പമില്ല ഷമീറ കുഴപ്പമില്ലടാ എടാ വേണ്ടടാ പ്ലീസ് കുഴപ്പമില്ലടാ എന്ന് സൈഡ് എടുക്കട്ടെ രണ്ട് സൈഡും സൈഡ് കുറച്ചെടുക്കും കുറച്ചല്ല മമ്മൂനെ പോലെ ആക്കണം മമ്മൂനെ പോലെ അങ്ങനെ ഒരു നരഭോജിനെ പോലെ അല്ല ആക്കല്ല പ്ലീസ് അതുപോലെ ആക്കല്ല ഇവൻ പിന്നെ ഫുള്ളായിട്ട് എന്നോട് പണങ്ങോടാ അതാണ് ഞാനൊരിക്കലും വേണ്ട പണങ്ങട്ടെ ഈ നാറി. മീർ കട്ട് ചെയ്താൽ ഷാറുഖ് ഖാൻ ലുക്ക് ഉണ്ടാകുന്നു ഈ കളറൊന്നും പറ്റില്ല ഞാൻ ഇപ്പഴേ ഷാറുഖ് ഖാനെ പോലെയല്ലേ ഇപ്പൊ നീ ഒരു മൂർഖനെ പോലെ ഉള്ളത് ഷാറുഖ് ഖാൻ അല്ല ഇല്ല എന്ന് വെച്ചാല് മുകളിൽ ഒരു കുത്തിയിരിക്കുന്ന ഒരുത്തനുണ്ട് ആര് കുത്തിയിരിക്കാനാ? മമ്മൂ എന്ന് പറഞ്ഞ ഒരുത്തന് ആടി ഇരിക്കുന്നുണ്ട് ഓന്റെ പോലെ നരഭോജി ലുക്കാക്കി വരുമെന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ പേടി അല്ല ഓടാനുള്ള പിടിച്ചോ അല്ലല്ല ഓടാനല്ല ഇതൊന്ന് പിടിച്ചേ പിന്നെ ഞാൻ പറഞ്ഞു ഈ സൈഡ് ഓടി പോവല്ലടാ നായിന്റെ പോലെ ഇതെന്തായാലും മുറിക്കണം എന്തായാലും 3 പ്രാവശ്യം തന്നെ വിളിച്ച് 4 വട്ടം തന്നെ. Bro, ഞാൻ എന്തി പറഞ്ഞു തമാശ കളിക്കണം അല്ല ഒന്ന് പിടിച്ചു വെച്ചോ അല്ല സീരിയസാ ഇത് സീരിയസാ ഒരു 2 മിനിറ്റ് ഈ കൈ പിടി ഞാൻ സമ്മതിച്ചു മുറിക്കാൻ ഞാൻ സമ്മതിച്ചു ഏത് സൈഡാ ലെഫ്റ്റ് ആണോ രണ്ട് സൈഡും മുറിച്ച് മമ്മൂനെ പോലെ ആക്കും മമ്മൂനെ പോലെ ആക്കല്ല എടുക്കും. നോക്കി നിൽക്കുന്നത് നോക്കി നിൽക്കാതെ മുറിക്ക് വാപ്പാതെ ജീവിതത്തിൽ ആ 1 മിനിറ്റ് ചോദിക്കുന്നത് സൈഡ് എടുത്ത് ഒന്നാവില്ല സൈഡ് എടുത്ത് ഒന്നും സമ്മതിക്കില്ല സൈഡ് രണ്ട് സൈഡ് മമ്മു മമ്മൂനാക്കല്ല വേറെ എന്തോടെ മമ്മൂനെ പോലെ ആക്കല്ല തമാശ കളിക്കല് ഇതെന്താ നീ കാണിക്കുന്നത് അല്ലല്ല ഇല്ലേ ഫ്രണ്ട് നോ നീ കൊണ്ടാണ്ട് അനങ്ങാണ്ട് ഫ്രണ്ട് നോ ഇതെന്താണ് നീ അതുപോലെ ഒരു മുട്ട പോലെ ആണോ ജാസിനെ പോലെ ഒരിക്കലും ആവണ്ട അങ്ങനെയാണെങ്കിൽ മമ്മൂനെ പോലെ ആകും മമ്മൂ നരഭോജിയല്ലേ ഷമീറ നീ ഇളകല്ല കുരുമുളകല്ല ഈ കുരുമുളക് ഇതിന്റെ ഉള്ളിലുള്ള കുരുമുളക് മൊത്തം വായിലേക്ക് എടുത്ത് തട്ടണം മനസ്സിലാ അതൊന്നും പറ്റില്ല ഇതിലുള്ള മൊത്തം തട്ടണം വായിലേക്ക് പേഴ്സണൽ ആയിട്ടൊന്നും സംസാരിക്കാൻ പറ്റുമോ നമുക്ക് ആരോട് സംസാരിക്കും വിടറാ ചപ്പാത്തി മുഖ എന്റെ മുടി മുറിച്ചാ എന്റെ എല്ലാ ഇതും പോകും നമുക്ക് ആ മുടി മാത്രമേ ഉള്ളൂ എന്നെ കാണാൻ വലിയ രസമില്ല എന്നുള്ള സത്യം എനിക്ക് അറിയാം Haircut. മുടിയുള്ള നിനക്ക് അറിയാലേ എനിക്കറിയാം ഞാൻ പലപ്പോഴും പറയാത്തതാണ് പ്ലീസ്
ഇനി നീ കൈ ഇങ്ങോട്ടാക്കല്ലേ കൊറേ സമയം ലാഗായി. കൊറേ സമയം ലാഗായി. എന്റെ മോനെ കൊറേ സമയമായി നീ എന്നെ ഇതാക്കുന്നു. ഫയാസ് അഹമ്മദ് മമ്മൂനെ പോലെ ആക്കാം. മമ്മൂനെ പോലെ തന്നെ ആക്കല്ല, സൈഡിന്ന് മാത്രമേ മുറിക്കൂന്ന് പറഞ്ഞുള്ളൂ. സൈഡിന്ന് മാത്രമേ മുറിക്കൂന്ന് ആ ട്രിമ്മർ എടുക്കും. കൂടെ വണ്ടൊക്കെ ഓടിപ്പോണ്. other punishment പ്രസ് ചെയ്ത് മേലോട്ട്. നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെയല്ല പറഞ്ഞ. ആ ചാർജ് കയറുന്നത് ദൈവന്റെ കൂടെ ആ എഡിറ്റർ മോളി നോക്ക് എഡിറ്റർ പുതിയ ട്രിമ്മർ എടുത്ത് Monopoly के आलदोबी रेच दम കൂട്ടുകാരനായിരിക്കും അങ്ങോട്ട്. അയ്യോ എടുത്ത് പോണോന്നില്ല. ഇതെന്താ എല്ലാ ട്രിമ്മറിനും ചാർജ്? ഇത് പോരാ, ഇതൊരു വൃത്തികേടായില്ല. വൃത്തിയോടായിട്ടില്ല. അല്ല അങ്ങനെയല്ലടാ. എടാ ഒന്ന് പിടിക്കേ. ഇങ്ങനെ എടുത്തോളൂ സമീറ. സമീറ നീ ഇളകിയാ നിന്റെ തല മൊത്തം പോവും. മുടി മൊത്തം പോവും. ഇത് ഇങ്ങോട്ട് പിടി. punishment എത്ര നല്ല മുടിയായിരുന്നു അല്ലേ? നല്ല കൂട്ടവനാ. ഇതെല്ലാം എടുത്ത് കവറിലിട്ട് കോഴിക്കുഞ്ഞ് നോക്കട്ടെ. ബ്രോ എൻ്റർ ചാനൽ റേഡിയോ ഫോട്ടെടുത്ത് കാണിച്ചുതരാം. ഇത്രയും കാലം ഞാൻ പറയാണ്ടെന്ന് നിന്റെ അടിപൊളി മുടിയായിരുന്നു. നല്ല മൂഞ്ചിയടാ ഒന്നും കിട്ടുന്നത്. സാരി ഓർഡർ അക്ഷമീരി ഇപ്പൊ മമ്മൂനെക്കാട്ടും ദിലീപനാണുള്ളത്. ഞാനല്ല